കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 20, 1 മുതലുള്ള തിരുവചന ഭാഗം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശു ആണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബോണി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലന മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മറിയം മഗ്ദലന ദൈവത്തെക്കുറിച്ച്, നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ. മറിയം മഗ്ദലന ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങൾ അതും വളരെ വിലപ്പെട്ടതാണ്. അറിയാം, ദൈവത്തെക്കുറിച്ച് മറിയം മഗ്ദലന പഠിപ്പിക്കുന്നത് തൻ്റെ ജീവിതം കൊണ്ടാണ്. ഇന്നത്തെ ആദ്യ വായന നമ്മൾ കേട്ടു, പലർക്കും പിടികിട്ടാത്ത സന്ദേശമാണ് ഉത്തമഗീതത്തിൻ്റെ സന്ദേശം. അതിൻ്റെ ആമുഖം വായിക്കണം. അവിടെയാണ് പറയപ്പെട്ടിരിക്കുന്നത്, സോളമൻ ഇത് എഴുതിയത് ഇസ്രായേൽക്കാർക്ക് ദൈവവുമായിട്ടുണ്ടായിരിക്കേണ്ട ബന്ധം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രണയിതരുടെ ഭാഷ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രണയിതരുടെ ഭാഷ, പ്രണയത്തിൽ വീണിട്ടുള്ളവർക്കറിയാം അവരുടെ മനസ്സ്, ചിന്താഗതി, കാര്യങ്ങളൊക്കെ പോകുന്നത് ഏത് രീതിയിലാണ്. ഏതാണ്ട് അതുപോലെ ദൈവവുമായിട്ട് നമുക്കുണ്ടാകേണ്ടത് ആരെങ്കിലും പറഞ്ഞു കേട്ട ഒരറിവ് പോരുന്നു, എവിടുന്നെങ്കിലും വായിച്ച് മനസ്സിലാക്കിയ ഒരറിവ് പോരാ. ദൈവവുമായിട്ട് നമുക്ക് വേണ്ടത് ആ പ്രണയബന്ധം. നമ്മൾ കണ്ടല്ലോ, എൻ്റെ പ്രാണപ്രിയനെ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ട് പിന്നെ ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടി നടന്ന് അവനെ കണ്ടെത്താൻ നോക്കുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ആദ്യ വായനയിൽ. ഏതാണ്ട് ഇതുപോലെ മഗ്ദലന മറിയം ഒരു കാലത്ത് മഹാപാപിനിയായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ കാണുകയാണ് അവൾ പ്രാണന് തുല്യം യേശുവിനെ സ്നേഹിച്ചു. അവന് വേണ്ടി ഓടി നടന്ന, അവൻ്റെ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാ വെച്ചെന്നൊന്ന് പറയുക, ഞാൻ പോയി എടുത്തോളാം. ഡെഡ് ബോഡി, ചേതനയറ്റ ശരീരം. നമുക്കറിയാമല്ലോ, ജീവിച്ചിരിക്കുന്ന വ്യക്തി അന്വേഷിക്കുന്നത് പോലെയല്ല മരണപ്പെട്ട വ്യക്തി. പിന്നെ നമുക്ക് ആ ശരീരം കൊണ്ടുപോയി മറവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കടമ, ഭാരം, അതാണ് വരിക. പക്ഷെ ഇവളുടെ
ദൈവത്തോടുള്ള ആ ഒരു പ്രാണന് തുല്യമുള്ള സ്നേഹം, അതാണ് ഇവിടെ പ്രകടമാക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പൊട്ടും പൊടിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമ്മൾ കാണിക്കുന്നുണ്ടോ? ശരിക്കും നമ്മൾ ദൈവത്തോട് അങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ കൽപ്പനകൾ പാലിക്കുന്നത് നമുക്കൊരു ഭാരമായിട്ട് തോന്നുമോ? ഒരല്പസ്വല്പം ത്യാഗങ്ങൾ എടുക്കേണ്ടി വരുന്നത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യേണ്ടി വരുന്നത് ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിൽ വളരണം, ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. ഉപയോഗിക്കാനല്ല, സ്നേഹിക്കാൻ. ഉപയോഗിക്കാൻ നോക്കുന്നവർ അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ പ്രാർത്ഥന കൂട്ടും, പള്ളി പോക്ക് കൂട്ടും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും, നേർച്ച ഇടുകയും ചെയ്യും. പക്ഷെ അങ്ങനെ വലിയ അത്യാവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ദൈവത്തെ മറന്ന് നമ്മൾ നമ്മുടേതായ ജീവിതത്തിലേക്ക് പോകും. അത് സ്നേഹബന്ധമല്ല, അതൊരു കച്ചവട മനോഭാവമാണ്. അത് നിർത്തിയിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ക്രിസ്തീയത നമ്മളിൽ തെളിയുന്നത് കാണാൻ പറ്റും. അത് തെളിഞ്ഞാണ് ഈ മഗ്ദലന മറിയത്തെ പോലെ ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലത്തെ ഒരു സ്നേഹം ദൈവത്തോട് നമുക്ക് ഉണ്ടാകേണ്ടത്. നമുക്കറിയാമല്ലോ, ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്ന അനുസരിച്ചും വചനം നമ്മെ പഠിപ്പിക്കുന്ന അനുസരിച്ചും ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയും. ജെറമ്യായുടെ പുസ്തകം 31:3, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. യെശയ്യാ 49:15-16 വായിച്ചാലോ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ജെറമ്യാ 29:11 വായിച്ചാലോ, ദൈവം പറയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട്, അതിനകത്തില്ലാത്തതൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആ പദ്ധതി നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ക്രിസ്ത്യാനികളാണോ നമ്മൾ? ആയിരുന്നെങ്കിൽ എത്രമാത്രം പരാതി പരിഭവങ്ങൾ ഒഴിവായേനെ, എത്രമാത്രം നമുക്ക് വിശ്വാസത്തിൽ സ്നേഹത്തിൽ വളരാൻ സാധിച്ചേനെ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇനി മഗ്ദലന മറിയം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, ലൂക്ക 8:2 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഇവളിൽ നിന്നാണ് 7 അശുദ്ധാത്മാക്കൾ പുറത്താക്കപ്പെട്ടത്. ബൈബിളിൽ 7 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണതയുടെ നമ്പരാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? മഗ്ദലന മറിയം എന്ന് പറഞ്ഞാൽ അവളിൽ നന്മയെന്ന് പറയണത് തൊട്ടു തേച്ചിട്ടില്ല എന്ന് പറയാം. കംപ്ലീറ്റ് നശിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയാണ് വിശുദ്ധയായത് എന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ കാരുണ്യത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമാണത്. ഇനി നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാനിന്ന് ഏതവസ്ഥയിലാണേലും എനിക്ക് വിശുദ്ധനാകാൻ പറ്റും, വിശുദ്ധിയാകാൻ പറ്റും, എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, എനിക്ക് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കും. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ച് അയ്യോഭാവം വെച്ച് ഇരിക്കേണ്ട കാര്യമില്ല. എനിക്കിനിയും രക്ഷപ്പെടാനുള്ള മാർഗം എൻ്റെ മുമ്പിലുണ്ട്. യെശയ്യാ 1:15 മുതൽ വായിച്ചാൽ ഈ സന്ദേശം വളരെ ക്ലിയറാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുക സാധ്യമല്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാം, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാം. ഒറ്റക്കാര്യം ചെയ്താൽ മതി, അനുസരിക്കാൻ നീ തയ്യാറാവുക. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അനുദപിച്ച് കർത്താവിൻ്റെ വഴിയിലേക്ക് വരാനും ആ വഴിയെ ഇനി മുമ്പോട്ട് പോകാനും നീ തയ്യാറാവുക. രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, വിശുദ്ധരാകാൻ സാധിക്കും. പ്രഭാഷകൻ 15:15 വായിച്ചാൽ അതിനാകെ നമുക്ക് വേണ്ട ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, മനസ്സ് വെക്കുക. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും, മനസ്സ് വെച്ചാൽ നിനക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കും. ഈ വലിയ സന്ദേശമാണ് മറിയം മഗ്ദലനയുടെ ജീവിതം നമുക്ക് നൽകുക. വിശുദ്ധ തോമസ് അക്വിനാസ് മഗ്ദലന മറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലൻ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോസൽ ഓഫ് ദി അപ്പോസൽസ്. അപ്പസ്തോലന്മാരെ ഉത്ഥാനം ചെയ്ത കർത്താവിനെ കുറിച്ചുള്ള വിവരം അറിയിച്ച ആരാ? മറിയം മഗ്ദലന. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശീർഷകം വിശുദ്ധ തോമസ് അക്വിനാസ് ഈ വിശുദ്ധയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം വിളിച്ചു പറയുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ അത് ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയാണ്. നമ്മുടെയൊക്കെ ജീവിതം സ്വർഗത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിൽ എത്തിയിരിക്കണം. അതിനുള്ള സാധ്യതകൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട്
നമുക്കിന്നത്തെ ബലിയിൽ പ്രാർത്ഥിക്കാം. ലോകമാസകലമുള്ള സകലരുടെയും മാനസാന്തരം സാധ്യമാക്കണമെന്ന് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.